ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? ഞാൻ പിന്നെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്ക് അറിയണില്ല അതെങ്ങനെ എടുക്കുക എന്നൊന്നും എനിക്കൊരു വലിയ എത്തുപിടിയൊന്നുമില്ല. ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കും. ഞാൻ കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ട് പിന്നെ യൂട്യൂബിൽ വലിയൊരാളാകുമ്പോൾ ഞാൻ അടിപൊളിയായിട്ട് എടുക്കും. അങ്ങനെയൊക്കെ ഞാൻ പറയണോ. അപ്പോൾ ഇതൊക്കെയാണ് ഇനി എന്തൊക്കെയാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഒരു ഇതും പ്രതീക്ഷിക്കാത്ത ഒരു ഇതാണ് കേട്ടോ. ഒന്നും ഉണ്ടാവില്ല, എന്നാലും അപ്പോൾ ഓക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. എന്താ ഉറക്കത്തിന് നീച്ചിൻ്റെ കീഴിലേക്ക് പോയിട്ടിരിക്കുകയാണ്. വേറെ ഒന്നും വേണ്ടല്ല. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കുറേ പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ച് കേട്ടോ. കീഴിലേക്ക് വന്നിട്ട് പല്ലൊക്കെ തേക്കട്ടെ. മുടി ഇത് മുഖം ഇതൊന്നും നോക്കണ്ട, ആകെ കുളമായിട്ടിരിക്കുകയാണ്. ഉറക്കത്തുനിന്ന് നീച്ചിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ നമുക്ക് പല്ല് തേക്കാം. അപ്പോൾ ആദ്യത്തെ കർത്തവ്യമാണ് പല്ല് തേക്കുക എന്നുള്ളത്. അത് ഞാൻ ആദ്യം ചെയ്യട്ടെ. പല്ല് തേക്കട്ടെ. അങ്ങനെ പല്ലൊക്കെ തേച്ച് അടിപൊളിയായി. ഇനി മെയിനായിട്ട് ഞാനിതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി കേട്ടോ. പുറത്തിറങ്ങി എനിക്ക് പുറത്തിരുന്ന് ചായ കുടിക്കണം. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. കാരണം കിളികളും നിറച്ച് കിളികളുണ്ടാവും. അതേപോലെ എന്തോ ഒരു രസമാണ് ഈ സമയത്ത് പുറത്തിറങ്ങിയിരിക്കാൻ. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ചായ കുടിക്കാറ്. പുറത്തിറങ്ങിയിരുന്നിട്ട് രാവിലെ ഒരു നല്ല രസമല്ലേ, കുറേ പ്രകൃതിയൊക്കെ, ഒരു തണുപ്പും ഒക്കെ ഉണ്ടാവും. ഇനി എത്ര മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഒക്കെ ഞാൻ രാവിലെ ഇവിടെ വന്നിരുന്നിട്ട് ചായ കുടിക്കുക. ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ദോശയും ബീഫുമാണ് രാവിലെ. അതായിരുന്നു രാവിലെ ഉണ്ടായിരുന്നത്. അപ്പോൾ രാവിലത്തെ ഫുഡ് കഴിക്കുകയാണ്. രാവിലത്തെ ചായ കുടി കഴിഞ്ഞു. ഇനി അടുത്ത പണിയാണ്, അടുത്ത വലിയ പണിയാണ് അടിച്ചുവാരി തുടക്കുക. ഇനിയിപ്പോൾ അത് ചെയ്യാണ്ട് ഇനി അതൊക്കെ കാണിക്കണമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ കണ്ടോക്കി, എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ് ഉണ്ടാവുക. രാവിലെ ചായ ചെയ്യുക, അടിച്ചുവരിക, തുടക്കുക, കറി വെക്കുക, ഇതൊക്കെ തന്നെ കേട്ടോ. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം. എനിക്ക് നാളെ എക്സാമാണ് TTCയുടെ. അതിന് പഠിക്കാനുണ്ട്. ബുക്കൊന്നും തൊട്ട് നോക്കിയിട്ടില്ല. എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവണമില്ല, പഠിച്ചിട്ട് മണ്ടി കയറണില്ല. അപ്പോൾ ഈ പണി നമുക്ക് വേഗം ചെയ്യാം. ഈ റൂമിൽ ഞങ്ങളാരും കിടക്കാറൊന്നുമില്ല, ആരും കിടക്കൂല. അപ്പോൾ ഈ റൂം എപ്പോഴും അലമ്പായിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, ഫുൾ അലമ്പ്. ഇതാണ് കേട്ടോ ഈ റൂമിൽ. ഈ റൂമിൽ അങ്ങനെ വരലില്ല.
അതുകൊണ്ടാണ് അതിങ്ങനെ കളിക്കുന്നത്. അങ്ങനെ റൂമൊക്കെ ഞാൻ ക്ലീൻ ചെയ്തു, അടിപൊളിയാക്കി ഒക്കെ സെറ്റാക്കി. പെട്ടെന്ന് സിം ഇനി ഉപ്പേരി വെക്കാനുള്ള പുറപ്പാടാണ്. ബാക്കി ഒരുവിധം എല്ലാ ജോലികളും കഴിഞ്ഞു. ഇനി ഉപ്പേരിയും കൂടെ വെക്കുക, കുളിക്കുക, ഇതൊക്കെ തന്നെ ഉള്ളൂ ജോലി. ഇതാണ്. അപ്പം ഇനി ഉപ്പേരി വെക്കാം. അമരക്കയാണ് കേട്ടോ ഞാനിന്ന് ഉപ്പേരി വെക്കണത്. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് അടിപൊളിയായി. ഞാൻ കുറച്ച് മേക്കപ്പൊക്കെ ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. പഠിക്കോ എന്നൊന്നും എനിക്കറിയില്ല, എന്നാലും ജസ്റ്റ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു ടൈം പാസിന് ഞാൻ തിന്നാൻ വേണ്ടിയിട്ട് എടുത്താൽ കേട്ടോ. തീറ്റ മാത്രമേ ഉണ്ടാവുള്ളൂ, പഠിത്തം ബാക്കൊക്കെ ആയിരിക്കും. ഏതായാലും വേണ്ടില്ല, നോക്കിയോട്ടെ. നാളെ എക്സാമാണ്. ഇതൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. ഇനിയിപ്പോൾ എന്താ അത്ര ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, എവിടെയും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഇതിപ്പോൾ ശരിയാണോ ചെയ്യണമെന്ന് അതും എനിക്കറിയില്ല. കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. ഇത് കാണുമ്പോൾ എന്താ ചിന്തിക്കുക, ഇതാണോ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ ചിന്തിക്കും. എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ, അറിയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പം ഞാൻ കുറച്ചു നേരം പഠിക്കട്ടെ. ഞാൻ കാണുന്നുണ്ടോ ഫുഡ് കഴിക്കാണ്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, തിന്നുക ഇത് മാത്രമുള്ള പണിയെന്ന്. അത് മാത്രമേ ഉള്ളൂ പണി. പഠിച്ചെനിക്ക് വിശന്ന. അപ്പോൾ ഞാൻ കുറച്ച് ചോറ് തിന്നിട്ട് ബാക്കി പഠിക്കാം എന്നുള്ള ഒരു ധാരണയിലാണ്. ഉപ്പേരി കറിയാണ് കേട്ടോ. ബീഫുണ്ട്, ഞാൻ എടുത്തില്ല. എനിക്കെന്തോ ബീഫ് കഴിക്കാൻ തോന്നില്ല. അപ്പോൾ ഞാൻ ഇത് രണ്ടും കൂട്ടിയിട്ടാണ് ഫുഡ് കഴിക്കണത്. അങ്ങനെ എൻ്റെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്തൊക്കെ തെറ്റുകളുണ്ടെന്നൊന്നും എനിക്കറിയില്ല, ഇഷ്ടപ്പെടുമോയെന്ന് എനിക്കറിയില്ല. എന്താ പറയുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് അടുത്തത് ശരിയാക്കാം. തെറ്റുകൾ എന്താ വെച്ചുള്ളത് പറയാം, എനിക്കറിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഓക്കെ, ബൈ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പറയൊന്നും വേണ്ട. എനിക്ക് കേൾക്കുമ്പോൾ ഇതുണ്ടാവും, എന്നാലും കുഴപ്പമില്ല, പറഞ്ഞോ. നമുക്കറിയാലോ എന്തൊക്കെ മാറ്റങ്ങളുണ്ടെന്ന് അറിയാലോ. അപ്പം അത്രയേ ഉള്ളൂ.